ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 2022-ലെയും 2021-ലെയും ഗ്രാൻഡ് സ്ലാം അവാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ചെറിയ മെമ്മറി ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് 4 ടൂർണമെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്. ഈ 4ഉം കൂടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയാം കേട്ടോ. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള കോളം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതിലെന്തൊക്കെയല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആൽഫബറ്റിക് ഓർഡറിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് ആദ്യം വരുന്നത്? എഫിനേക്കാളും മുമ്പ് വരുന്നത് A ആണ് അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയനകത്തുള്ള A ആദ്യം വരുന്നു. അപ്പോൾ ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ ഏതാ വരിക? ഫ്രഞ്ച് ഓപ്പൺ. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് കളികളൊക്കെ നടക്കുന്നത് കേട്ടോ. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നടക്കുക, അതിന് ശേഷമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, പിന്നെ വരുന്നത് വിംബിൾഡൺ ആണ്. അപ്പം W കഴിഞ്ഞിട്ടാണ് U വരുന്നത് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരിക്കും അങ്ങനെയല്ല, W കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ U വരുന്നത്. അപ്പോൾ ആ ഓർഡർ ഒന്ന് പഠിച്ച് വെച്ചാൽ മനസ്സിലേക്ക് തോന്നുന്നത്. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ F, പിന്നെ W, പിന്നെ U. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലത്തെ കോളം പഠിച്ചു. ഇനി അടുത്തത് മിഡിലുള്ള, അതായത് പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാനുള്ള കോഡ് വളരെ സിമ്പിളാണ്. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് നോ കാർ കേട്ടോ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആരും കാറ് വാങ്ങിച്ചില്ല. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫെയിൽ, അതാണ് നമ്മുടെ റാഫ് ഫെയിൽ കേട്ടോ. അതിനകത്തൊരു ഫെയിലില്ലേ, അപ്പം ഒരു ഫെയിൽ കഴിഞ്ഞു. പിന്നെ അടുത്ത കോളം എന്താ? അതും റാഫ് ഫെയിൽ തന്നെയാണ്. അതാണ് ഞാൻ 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിച്ചത്. നോ കാർ, അപ്പോൾ നമ്മൾ മുകളിൽ താഴത്തേക്കാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. നോ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നൊവാക്കിൻ്റെ നോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നൊവാക് ജോക്കോവിച്ച്. അതിന് ശേഷം കാറ് അല്ലേ. അപ്പോൾ കാർലോസ് അൽക്കാരസ്. പഠിച്ചോ? അപ്പോൾ മുകളിൽ താഴത്തേക്കൊന്ന് കൺസിഡർ ചെയ്തേ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നോ കാർ. അപ്പോൾ നമ്മളിവിടെ 2022 കൂടെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയെന്നറിയാമോ? 2022-നകത്ത് 2 ഇല്ലേ, അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റില്ലല്ലോ, നോ കാർ. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡിലുള്ള കോളം പഠിച്ചു. അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം റാഫേൽ നദാലിൻ്റെ രാജ്യം ഏതാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും അല്ലേ, മൈൻഡിലൊക്കെ ഒരു പെയിൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് സ്പെയിൻ ഓർത്ത് വയ്ക്കാമല്ലോ. ഇപ്പോൾ റാഫേൽ നദാലിൻ്റെ രാജ്യം നമുക്ക് കിട്ടി, സ്പെയിൻ കിട്ടി കേട്ടോ. പിന്നെ നൊവാക് ജോക്കോവിച്ചിൻ്റെ അതിൻ്റെ രാജ്യം സെർബിയാണ്. നോ സർ എന്ന് ഓർത്താൽ മതി കേട്ടോ. നോ സർ, സാറാണ് സെർബിയ, നോ സർ. ഓക്കെ, കിട്ടിയല്ലോ. പിന്നെ കാർലോസ്. കാർലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാറ് തന്നെ നമുക്ക് ആലോചിക്കാം. ഈ കാറിലൊക്കെ പോയിട്ട് വല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെയിൻ വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്പെയിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കിട്ടിയോ? അപ്പം പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സ് ഒന്ന് മൈൻഡിലേക്ക് വേണമെന്നേ. 2 പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നോ കാർ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 2022-ലെ വിംബിൾഡൺ വിന്നർ ആരാണ്, പുരുഷ സിംഗിൾസിലെ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് വരിക? നമ്മളിങ്ങനെ എഴുതി വയ്ക്കും, AFWU എന്ന് താഴത്തേക്ക് എഴുതും. എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫെയിൽ നോ കാർ എന്ന് എഴുതും. എന്നിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വനിതാ സിംഗിൾസിൻ്റെ വിന്നേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തേക്കല്ല, നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണും ആഷ്ലി ബാർട്ടിയായിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഓസിന് പാർട്ടിക്ക് പോയെന്ന് ആലോചിക്കുക. ഈ വനിതാ ഓസിന് വിളിച്ചില്ലെങ്കിലും പാർട്ടിക്ക് പോകുന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓസാണ് നമ്മുടെ ഓസ്ട്രേലിയ, പാർട്ടിയാണ് നമ്മുടെ ആഷ്ലി ബാർട്ടി. ഓക്കെ, അതേപോലെ തന്നെ രാജ്യം ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി കേട്ടോ. ഇനി അടുത്ത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗ സ്വാടെക്കിനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇഗ സ്വാടെക്. ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആലോചിക്കാം അല്ലേ. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഭയങ്കര സ്വാദാണെന്ന് ആലോചിക്കാമല്ലോ. സ്വാദ്, സ്വാടെക്. ഓക്കെ, ഇഗ സ്വാടെക്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര പൊളിയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതാണ് പോളണ്ട്. അപ്പോൾ സ്വാദും പൊളിയാണെന്ന് ആലോചിക്കാം. അപ്പോൾ സ്വാടെക്, പോളണ്ട്. അടുത്ത വിംബിൾഡൺ ആണ് കേട്ടോ. വിംബിൾഡൺ കിട്ടിയിട്ടുള്ള എലേന റബൈക്കിനൊക്കെയാണ്. കസാക്കിസ്ഥാനാണ് രാജ്യം. ഓക്കെ, ഓർക്കാൻ വേണ്ടിയിട്ട് വിംബിൾഡൺ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീമ്പ് എന്നുള്ളൊരു വാക്കായിട്ട് ഒന്ന് ആലോചിക്കാം കേട്ടോ. വീമ്പ്, അതായത് ചില വനിതകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ വീമ്പൊക്കെ പറയും അല്ലേ. അതായത് ഇപ്പോൾ ഭയങ്കര വണ്ണത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് പറയും പണ്ട് ഞാൻ ഭയങ്കര എല്ല് പോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ വീമ്പ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ വീമ്പാണ്. എന്താ വീമ്പ് പറഞ്ഞേ? എല്ല് പോലെയായിരുന്നു അല്ലേ. അപ്പോൾ എലേന റബൈക്കിന ആലോചിക്കാമല്ലോ. അങ്ങനെ എല്ല് പോലെ ആയത് ഞാൻ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടാണ് എന്നൊക്കെ കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കാശ്, കസാക്കിസ്ഥാൻ. കിട്ടിയോ? അപ്പോൾ വിംബിൾഡൺ കിട്ടിയിട്ടുള്ള വനിതാ സിംഗിൾസിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? എലേന റബൈക്കിന. പണ്ട് ഞാൻ എല്ല് പോലെയായിരുന്നു എന്ന് വീമ്പ് പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിതാ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗ സ്വാടെക് ആണ്. ആരാണ്? ഇഗ സ്വാടെക്. നമ്മൾ നേരത്തെ ഇഗ സ്വാടെക് എവിടെയോ പഠിച്ചല്ലോ. എവിടെയായിരുന്നു? ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗ സ്വാടെക് അല്ലേ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോഴല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ആരാ കഴിച്ചത്? നമ്മളാണ് കഴിച്ചത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അസ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അസ്.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് US ഓപ്പണുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും രണ്ടും ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഇഗാ സ്വാടെക്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് ഞങ്ങളാണ്, അസ്സാണ്. ഫ്രഞ്ച് ഫ്രൈസിന് ഭയങ്കര സ്വാദായിരുന്നു, ഇഗാ സ്വാടെക്. പിന്നെ ഇതെല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചേക്കുക, 2022 അപ്പോൾ 2 പ്രാവശ്യം ആർക്കാ കിട്ടിയില്ല, റാഫേൽ നദാൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലും 2 പ്രാവശ്യം വന്നിട്ടുള്ളത് ഇഗാ സ്വാടെക് കേട്ടോ. അപ്പോൾ തെറ്റിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ പുരുഷ സിംഗിൾസ് ഫെയിൽ നോക്കാർ. വനിതാ സിംഗിൾസിൽ എങ്ങനെയാണ്, ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി, ആഷ്ലി പാർട്ടി കിട്ടി. ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് നമ്മളാണ്, US ആണ്, അസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ US ഓപ്പൺ ഇഗാ സ്വാടെക്. വിംബിൾഡൺ, വീമ്പ് പറയുന്നത് എല്ല് പോലെയായിരുന്നു എന്നൊക്കെ പറയും അല്ല, അപ്പോൾ എലേന റബൈക്കന. അപ്പോൾ ഇതൊക്കെ മൈൻഡിലേക്ക് കയറി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് നോക്കാം. അടുത്ത 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ AFWU എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ പുരുഷ സിംഗിൾസ് ആലോചിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. 2021 എന്ന് പറയുമ്പോഴല്ലോ അതിനകത്ത് അവസാനത്തെ 2 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, 2ഉം 1ഉം അല്ലെ. 2021 2ഉം 1ഉം 2ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 3 കിട്ടും. ആ 3ആണ് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ഈ 3 ടൂർണമെൻറ്റും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ്. തെറ്റിക്കില്ലല്ലോ. അപ്പോൾ 2021 2ഉം 1ഉം അതായത് 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടി. 3 എണ്ണത്തിലും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി തീർന്നു. പിന്നെയുള്ളത് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഡാനിൽ മെദ്വദേവിനാണ്, റഷ്യക്കാരനാണ് ഡാനിൽ മെദ്വദേവ്. ഓർക്കാൻ വേണ്ടിയിട്ട് US എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അസുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മളെ ദൈവം രക്ഷിക്കും എന്ന് ആലോചിക്കട്ടോ, നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ US എന്ന് പറയുമ്പോൾ ദൈവം, അതാണ് നമ്മുടെ മെദ്വദേവ് രക്ഷിക്കും, റഷ്യ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് റഷ്യ എന്നുള്ളതും കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം പുരുഷ വിന്നേഴ്സിൻ്റെ വേഗം പഠിച്ചു കഴിഞ്ഞില്ലേ. എങ്ങനെയാണ്, 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടി. 2021 കൂടെ നമ്മളവിടെ കണക്ഷൻ കൊടുത്തു. ഓക്കെ, പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും, അപ്പം മെദ്വദേവ് രക്ഷിക്കും, റഷ്യ. അടുത്ത വനിതാ സിംഗിൾസ് ആണ് കേട്ടോ. വനിതാ സിംഗിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ ഒസാക്ക ഒരേപോലെ അല്ലേ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ ഒസാക്ക കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ബാർബോറ കജിക്കോവയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണെന്ന് പറഞ്ഞു, ഇഗാ സ്വാടെക് അല്ലേ. ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് നമ്മുടെ കോഡ്. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ബാർബിക്യൂ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. ബാർബിക്യൂ, അപ്പോൾ ബാർബോറ കജിക്കോവ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളൊരു ചെക്ക് കൊടുത്തൊന്ന് ആലോചിക്കുക. അപ്പോൾ ബാർബോവ കജിക്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് രാജ്യം. ഓർത്ത് വെച്ചേക്കുക, ഏതാണ്, ചെക്ക് റിപ്പബ്ലിക്. നവോമി ഒസാക്ക എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, ഒരു ജാപ്പനീസ് അല്ലേ, അപ്പോൾ ജപ്പാനാണ് കേട്ടോ. പിന്നെ വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. അപ്പോൾ വീമ്പ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വനിതകളാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ വീമ്പ് പറയുന്നത് പാർട്ടിയിലൊക്കെ പോയി കഴിയുമ്പോൾ കുറേ പരദൂഷണോ അങ്ങനെയൊക്കെ ആയിട്ട് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, വിംബിൾഡൺ ബാർട്ടിയാണ് കേട്ടോ, ആഷ്ലി ബാർട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാണ് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയയാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. പിന്നെ US ഓപ്പൺ നമ്മൾ പുരുഷ സിംഗിൾസിൽ നമ്മൾ പറഞ്ഞു നമ്മളെ ദൈവം രക്ഷിക്കും അല്ലെ, മെദ്വദേവ് കിട്ടി. വനിതകളുടെ കേസാണെങ്കിൽ നമ്മളെ ദൈവവും രക്ഷിക്കും, അതേപോലെ തന്നെ അമ്മയും രക്ഷിക്കുന്ന ആലോചിക്കുക. എമ്മ റാഡുക്കാനു എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. എമ്മ റാഡുക്കാനു എന്ന് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ MMA എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഈ വെച്ചിട്ട് തന്നെ ഇംഗ്ലണ്ട്, അതാണ് രാജ്യം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ഒന്ന് വേഗം മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. 2022 2021 തമ്മിൽ മാറിപ്പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2022 2 പേര് വീതമുണ്ട്. ഏതൊക്കെയാണ്, റാഫേൽ നദാലിന് 2 കിട്ടിയിട്ടുണ്ട്, ഇഗാ സ്വാടെക്കിനും 2 വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2022 2 പേര് വീതം. 2021 എന്താ സംഭവിച്ചിട്ടല്ലേ, 2ഉം 1ഉം കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ ഈ ദേവ് കിട്ടി അല്ലേ, മെദ്വദേവ് കിട്ടി, ഡാനിൽ മെദ്വദേവ് കിട്ടി. അതുപോലെ തന്നെ US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിത ചോദിക്കുകയാണെങ്കിൽ ആരാ, ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് അമ്മയ്ക്ക്. അപ്പോൾ എമ്മ റാഡുക്കാനു എന്നുള്ളത് കിട്ടി, എമ്മയുടെ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് നമ്മൾ ആലോചിച്ചു. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒസാക്ക അത് കിട്ടി. ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ, ബാർബോറ കജിക്കോവ. ചെക്ക് എഴുതി കൊടുക്കേണ്ടി വരും അല്ലേ, ചെക്ക് റിപ്പബ്ലിക്. വീമ്പ് പറയുന്നത് പാർട്ടിയിലാണ്. ഓക്കെ, ആഷ്ലി പാർട്ടി കിട്ടി. US ഓപ്പൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അമ്മ രക്ഷിക്കും, അതുപോലെ തന്നെ ദൈവം രക്ഷിക്കും, എമ്മ റാഡുക്കാനും ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിന്റെ മാസ്കട്ട് എന്താ, പെറി ദ ബുള്ളാണ് അല്ലേ, പെറി ദ ബുള്ളാണ് അതിന്റെ മാസ്കട്ട്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് 2022 കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് എവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, ബെർമിംഗ്ഹാമിലാണ്. എവിടെയാണ്, ബെർമിംഗ്ഹാം, ലണ്ടനിലാണ് കേട്ടോ.
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, കോമൺവെൽത്ത് ഗെയിംസിൽ ഏത് കായിക ഇനത്തിലാണ് മുരളി ശ്രീശങ്കറിന് വെള്ളി നേടിയത്? ഏത് ഇവന്റാ? ലോങ് ജമ്പിലാണ്. അപ്പൊ മുരളി ശ്രീശങ്കറിന് കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിലാണ് വെള്ളി നേടിയത് കേട്ടോ. അടുത്ത പോയിന്റ്, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പതാക വാഹകർ ആരൊക്കെയായിരുന്നു? PV സിന്ധുവും മൻപ്രീത് സിംഗും. രണ്ടുപേരും ഇന്ത്യയുടെ പതാക വാഹകരായിരുന്നു. ആരൊക്കെയാണ്? PV സിന്ധുവും മൻപ്രീത് സിംഗും. അടുത്ത പോയിന്റ്, പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോളിന് സ്വർണവും അബ്ദുള്ള അബൂബക്കറിന് വെള്ളിയും നേടി. ഓക്കെ, അപ്പൊ എൽദോസ് പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഇവന്റ് ആണ്? ട്രിപ്പിൾ ജമ്പ് ആണ് അല്ലെ. അതേപോലെ തന്നെ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, ബാഡ്മിന്റൺ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയിട്ടുള്ളത് ആരാണ്? ട്രീസ ജോളി കേട്ടോ. ആരാണ്? ട്രീസ ജോളി. അപ്പൊ ട്രീസ ജോളി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിന്റൺ. അപ്പൊ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാഡ് ആലോചിക്കാം കേട്ടോ. ബാഡ് സമയത്ത് പോലും ചില ആൾക്കാർ ഭയങ്കര ജോളിയായിട്ടൊക്കെ നടക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ട്രീസ ജോളി കേട്ടോ. ബാഡ്മിന്റൺ, ട്രീസ ജോളി. ഓക്കെ, അടുത്ത പോയിന്റ്, നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലത്തെ ഗോൾ കീപ്പർ ആരായിരുന്നു? PR ശ്രീജേഷ്. അങ്ങനെ മൊത്തം 5 കേരളൈറ്റ്സിനാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആരൊക്കെയാണ്? ഒന്നും കൂടെ ഞാനൊന്ന് വേഗം പറയാം. ആരൊക്കെയാണ്? മുരളി ശ്രീശങ്കർ, ഈവന്റ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ജമ്പ്, വെള്ളിയാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ എൽദോസ് പോളിനും അബ്ദുള്ള അബൂബക്കർ, ഇപ്പൊ 2 മലയാളി വന്നു. പിന്നെ ട്രീസ ജോളിയാണ്. അതേപോലെ തന്നെ PR ശ്രീജേഷ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ മൊത്തം 5 കേരളൈറ്റ്സ് ആണ് കേട്ടോ. ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യുക, 2022 അർജുന അവാർഡ് നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്? എൽദോസ് പോളും HS പ്രണോയ് ബാഡ്മിന്റൺ ആണ് കേട്ടോ. എൽദോസ് പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാ? ട്രിപ്പിൾ ജമ്പ് ആണ് ഇവന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പൊ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്ത നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് നോക്കാം. ഓക്കെ, അപ്പൊ ടോക്കിയോ ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. അതിന്റെ മാസ്കറ്റ് എന്താ? മിറൈറ്റോവ. എന്താണ്? മിറൈറ്റോവ. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ മാസ്കറ്റ് എന്തായിരുന്നു? പെറി ദ ബുൾ അല്ലെ. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാനൊന്ന് വേഗം പറയാം. മെൻസിന്റെ 100 മീറ്ററിൽ വിന്നർ ലെമോൺ മാർസൽ ജേക്കബ്സ് ആണ് കേട്ടോ. ആരാണ്? ലെമോൺ മാർസൽ ജേക്കബ്സ് ആണ്. ഓക്കെ, അപ്പൊ 100 മീറ്റർ ഇവന്റ് ആണ് അല്ലെ. 100 മീറ്റർ ഓട്ടത്തിലാണ്. അപ്പം ഓടിയപ്പോൾ തന്നെ എല്ലാവരോടും മാറൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഓടി ഫസ്റ്റ് ആയെന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മെൻസ് 100 മീറ്ററിൽ മാർസൽ മാറൂ ഓക്കെ, മാർസൽ ജേക്കബ്സ് ആണ്. വുമൺ ആണെങ്കിൽ വുമന്റെ 100 മീറ്ററിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് എലൈൻ തോംസൺ ആണ്. എല്ല് പോലെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഓടിയെന്ന് ആലോചിക്കാം. എലൈൻ തോംസൺ. ഇനി ജാവലിൻ ത്രോന്റെ വിന്നർ നീരജ് ചോപ്ര. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക, മിക്കവാറും ചോദിക്കും. 87.58 മീറ്റർ ആണ്. എത്രയാണ്? 87.58 മീറ്റർ. അപ്പൊ ഇത് എറിഞ്ഞിട്ടുള്ള ആ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ദിവസം 7th ഓഗസ്റ്റ് 2021 ആണ് കേട്ടോ. 7th ഓഗസ്റ്റ് 2021. അതുകൊണ്ട് തന്നെ അതിനെ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ജാവലിൻ ത്രോന്റെ വിന്നർ നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക, 87.58 മീറ്റർ. ഇനി ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 7th ഓഗസ്റ്റ് 2021 കേട്ടോ. ഇനി 2ാം സ്ഥാനം വന്നിട്ടുള്ളത് ജേക്കബ് വാത്ലേജ് ആണ്. ആരാണ്? ജേക്കബ് വാത്ലേജ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. മാസ്കറ്റ് മിറൈറ്റോവ 100 മീറ്റേഴ്സ് റേസിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ്. വുമൺ ആണെങ്കിൽ എല്ല് പോലെ ഇരിക്കുന്നുണ്ട് എലൈൻ തോംസൺ. ജാവലിൻ ത്രോ വിന്നർ നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് 87.58 മീറ്റർ. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 7th ഓഗസ്റ്റ് 2021. സെക്കൻഡ് പ്രൈസ് ജേക്കബ് വാത്ലേജ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡൽസ് നോക്കാം. മൊത്തം 7 മെഡലുകളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 1 സ്വർണം, 2 സിൽവർ, 4 ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 4 വെങ്കലം. ഓക്കെ, ഗോൾഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ആർക്കാ? നീരജ് ചോപ്രയ്ക്കാണ് അല്ലേ. ഡിസ്റ്റൻസ് എത്രയാ? 87.58 മീറ്റർ ആണ്. സിൽവർ കിട്ടിയിട്ടുള്ളത് 2 പേർക്കാണ്. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? മീരാബായി ചാനുവിനും രവികുമാർ ദഹിയ. ഓക്കെ, മീരാബായി ചാനു ഈവന്റ് ഏതാ? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. മീരാബായി ചാനു എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചാനു എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ചാക്കൊക്കെ ആലോചിക്കുക. ചാക്കൊക്കെ എടുത്ത് പൊക്കിന്ന് ആലോചിക്കുക. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. രവികുമാർ ദാഹിയ. അപ്പം രവികുമാർ ദാഹിയ ഈവന്റ് ചോദിക്കുകയാണെങ്കിൽ റെസ്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ റെസ്ലിംഗ് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ദാഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെ രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. അടുത്ത് നമുക്ക് ബ്രോൺസ് നോക്കാം കേട്ടോ. ബ്രോൺസ് കിട്ടിയിട്ടുള്ളത് ലവ്ലിന ബോർഗോഹെയിന് കിട്ടിയിട്ടുണ്ട്. ഈവന്റ് ബോക്സിംഗ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ബോർഗോഹെയിൻ എന്ന് പറയുമ്പോൾ ബ്രോ കേട്ടോ. ബോർഗോഹെയിന്റെ ബോറും അതുപോലെ തന്നെ ബ്രോൺസിന്റെ ആ BR-ഉം Oയൊക്കെ ഉണ്ട്. ബ്രോൺസ് ബോക്സിങ്ങിനും BO ഉണ്ട് കേട്ടോ. അപ്പൊ ലവ്ലിന ബോർഗോഹെയിൻ ബ്രോൺസ്, ബോക്സിംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എല്ലാം BO ഉണ്ട്.
അടുത്തത് ബജ്രംഗ് പുനിയ. ബജ്രംഗ് പുനിയയ്ക്ക് റെസ്ലിംഗ് ആണ് കേട്ടോ. ഇവന്റ് ഏതാണ്? റെസ്ലിംഗ് ആണ്. ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. PV സിന്ധുവിന് കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ആണ്. ഇവന്റ് ബാഡ്മിന്റൺ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ മെൻസ് ഹോക്കി ടീമിന് ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്. തിരിഞ്ഞു വരുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ബെൽജിയം ആണ്, സെക്കൻഡ് വന്നിട്ടുള്ളത് ഓസ്ട്രേലിയ ആണ്, തേർഡ് ആണ് നമ്മുടെ ഇന്ത്യ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ഒരു ഓർഡർ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ, ബായി എന്ന് ഓർത്താൽ മതി. BAI ബായി കേട്ടോ. അപ്പൊ ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മനിനാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ടെന്നീസിലെ മെൻ സിംഗിൾസ് ഒളിമ്പിക്സ് വിന്നർ അലക്സാണ്ടർ സ്വരേവ് ആണ് കേട്ടോ. ജർമ്മനിക്കാരനാണ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ടെന്നീസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബഹളൊക്കെ വരില്ലേ, സ്വരമൊക്കെ വരില്ലേ, അങ്ങനെ നമുക്ക് സ്വരേവ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജർമ്മനിക്കാരനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 7 മെഡലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ. 1 സ്വർണം, 2 സിൽവർ, 4 ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്വർണം കിട്ടിയിട്ടുള്ള നീരജ് ചോപ്ര. ഈവന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ജാവലിൻ ത്രോ ആണ്. ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ 87.58 മീറ്റർ ആണ്. എറിഞ്ഞിട്ടുള്ള 7 ഓഗസ്റ്റ് 2021 ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. മെൻസിന്റെ 100 മീറ്റർ മാർസൽ ജേക്കബ്സ് ആണ്. മാറു എന്നൊക്കെ പറഞ്ഞ് ഓടിയെന്ന് ആലോചിക്കാം. വുമന്റെ 100 മീറ്റർ റേസ് എലൈൻ തോംസൺ ആണ്. എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ആയെന്ന് ആലോചിക്കാം. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ, മീരാബായ് ചാനു ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. ലവ്ലീന ബോർഗൊഹെയ്ൻ ബോവച്ചിരന ബ്രോൺസ് ബോക്സിംഗ്. ബജ്രംഗ് പുനിയ റെസ്ലിംഗ് ആണ്. PV സിന്ധു ബാഡ്മിന്റൺ അല്ലെ. അതുപോലെ തന്നെ മെൻസ് ഹോക്കി ടീമിന് കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ആണ്. പിന്നെ അതിന്റെ കോഡാണ് ബായി എന്ന് ആലോചിക്കുക. ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. ഓക്കെ, ടെന്നീസ് മെൻ സിംഗിൾസ് ഒളിമ്പിക്സ് വിന്നർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ സ്വരേവ് ആണ്. നല്ല സ്വരം ഉണ്ടാക്കും ടെന്നീസ് കളിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിലെയും അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ആണ്. അപ്പോൾ ഈ ക്രിക്കറ്റിനകത്ത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും ചെറിയ കോഡ്സുകൾ വെച്ച് കണക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും, പക്ഷേ പെണ്ണുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കാണുന്നൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻസ് കേട്ടോ. അപ്പോൾ വേറൊന്നും തോന്നരുതേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശിനാണ്. ഓക്കെ, മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിന് ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശ്. അപ്പോൾ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി എന്ന് പറയുമ്പോൾ രഞ്ജി എന്ന് പറയുമ്പോൾ നമുക്ക് സഞ്ചി ആലോചിക്കാം കേട്ടോ. അപ്പോൾ സഞ്ചിയിലൊക്കെയാണ് മദ്യം ഒക്കെ ഇട്ട് കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത്. അടുത്തത് ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ. ഓക്കെ, അത് ഇന്ത്യ ആണ്. ഓർത്ത് വെച്ചേക്കുക. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. ആരെയാണ് തോപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോപ്പിച്ചത്. എവിടെയാണ് നടന്നിരുന്നത്? വെന്യൂ എവിടെയാണ്? വെസ്റ്റ് ഇൻഡീസ് ആണ്. ഒന്നുകൂടെ പറയാം. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്. തോപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. എവിടെ നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് ICC അവാർഡ്സ് 2021 നോക്കാം കേട്ടോ. റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റ് ട്രോഫി ഫോർ ICC വുമൻസ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ. ICC വുമൻസ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാന. അതേസമയം സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ഷഹീൻ അഫ്രീദി. ഓക്കെ, അപ്പോൾ 2021 ICC അവാർഡ്സിനകത്ത് ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാണ്? സ്മൃതി മന്ദാന. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാണ്? ഷഹീൻ അഫ്രീദി. ഇപ്പൊ രണ്ടും S വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സ്മൃതി മന്ദാനയും ഷഹീൻ അഫ്രീദി. ഓക്കെ, ICC അവാർഡ്സ് 2021. അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. ICC അമ്പയർ ഓഫ് ദി ഇയർ മെറൈസ് എറാസ്മസ് ആണ്. ആരാണ്? മെറൈസ് എറാസ്മസ്. അപ്പൊ എറിയുന്നതൊക്കെ നോക്കിയിരിക്കേണ്ട അമ്പയർ. അപ്പൊ അങ്ങനെ എറാസ്മസ് എറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. ക്രിക്കറ്റിനകത്ത് രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശിനാണ്. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. ആരെയാണ് തോപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോപ്പിച്ചത്. വെന്യൂ എവിടെയാണ്? വെസ്റ്റ് ഇൻഡീസ് ആണ്. ICC അവാർഡ്സ് 2021 ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ സ്മൃതി മന്ദാന. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഷഹീൻ അഫ്രീദിയാണ്. രണ്ടും S വെച്ചിട്ട് തന്നെ. ഓക്കെ, ICC അമ്പയർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ മെറൈസ് എറാസ്മസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. വിജയ് ഹസാരെ ട്രോഫി 2021 വിന്നേഴ്സ് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. 2020 വിന്നേഴ്സ് മുംബൈ ആണ്. 2020 മുംബൈയും 2021 ഹിമാചൽ പ്രദേശ്. അപ്പൊ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. നമുക്ക് ഹിമാലയൊക്കെ കീഴടക്കിയിട്ട് വിജയിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. വിജയിച്ചു. ഓക്കെ, അപ്പൊ ഹിമാലയം അങ്ങനെ നമുക്ക് ഹിമാചൽ പ്രദേശ് വിജയിച്ചു. വിജയ് ഹസാരെ.
അതേപോലെ തന്നെ ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ ഒരു മൗണ്ടൻ, ഇങ്ങനെ കുന്നുപോലെ ഒന്നുപോലെയൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് 2021 കണക്ട് ചെയ്യാം. 2020 ആണെങ്കിൽ മുംബൈ, ഓർത്ത് വെക്കണേ, തെറ്റിക്കരുത്. അടുത്ത പോയിന്റ് നോക്കാം. തേർഡ് ബൗളർ ടു ടേക്ക് ഓൾ 10 വിക്കറ്റ്സ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേൽ ആണ്, ന്യൂസിലാൻഡുകാരനാണ് കേട്ടോ. 10 വിക്കറ്റുകളും ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുത്തിട്ടുള്ള തേർഡ് ബൗളർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേലാണ്. അപ്പൊ ആദ്യത്തെ 2 ആൾക്കാർ ആരൊക്കെയാ? ഒന്ന് ജിം ലേക്കറും രണ്ടാമത്തത് അനിൽ കുംബ്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ജിം ലേക്കർ എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ട് ബോൾ എറിഞ്ഞ് എല്ലാ വിക്കറ്റും 10 വിക്കറ്റും എടുത്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ജിം ലേക്കർ ആണ് ഫസ്റ്റ്. അടുത്തത് അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെ നമുക്ക് ആലോചിക്കാമല്ലോ, അനിൽ കുംബ്ലെ. മൂന്നാമത്തത് അജാസ് പട്ടേൽ ആണ് കേട്ടോ, അജാസ് പട്ടേൽ. അപ്പൊ അവിടെ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് അജാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജാസ് ആലോചിക്കാം. ഈ ജാസ് ഒക്കെ കൊട്ടി ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് 10 വിക്കറ്റ് എടുത്തു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ജിം ലേക്കർ, അനിൽ കുംബ്ലെ, അജാസ് പട്ടേൽ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ് സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ഷൻ ഉണ്ടായിട്ട് സായിദ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് സായി പല്ലവിനെ ആലോചിക്കാം. സായി പല്ലവി തമിഴ്നാടല്ലേ, അല്ലെ? നേറ്റീവ് പ്ലേസ് തമിഴ്നാടാണ്, ഒരു തമിഴ് ചൊവ്വയ്ക്കയില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വനിതകൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കറിയാം ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ഓസ്ട്രേലിയ ആണ്. തോപ്പിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിനെയാണ് കേട്ടോ. ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ, തോപ്പിച്ചത് ന്യൂസിലാൻഡിനെ. T20 ആണ്. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം UAE ആണ് കേട്ടോ. അപ്പൊ T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ആരാണ്? ഓസ്ട്രേലിയ ആണ്. തോപ്പിച്ചത് ന്യൂസിലാൻഡിനെയാണ്. നടന്നിട്ടുണ്ടായിരുന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം UAE. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ള മധ്യപ്രദേശിനാണ്. രഞ്ജി, സഞ്ജി മധ്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യ ആണ്. പിന്നെ ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്മൃതി മന്ദാന, ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഷഹീൻ അഫ്രീദി, രണ്ടും മെസ് വെച്ചിട്ട് തന്നെ. ICC അമ്പയർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ മെറൈസ് എറാസ്മസ് ആണ്. വിജയ് ഹസാരെ ട്രോഫി 2021 വിന്നേഴ്സ് ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാലയം കീഴടക്കി കഴിഞ്ഞപ്പോൾ വിജയിച്ചു എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഹിമാലയം ഒന്നുപോലെ എന്ന് ആലോചിക്കുക. അപ്പൊ 2021 കിട്ടി. 2020 വിന്നേഴ്സ് മുംബൈ ആണ്. ഇനി തേർഡ് ബൗളർ ടു ടേക്ക് ഓൾ 10 വിക്കറ്റ്സ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേൽ ആണ് കേട്ടോ. അജാസ് ഫസ്റ്റ്, ജിം ലേക്കർ സെക്കൻഡ്, അനിൽ കുംബ്ലെ തേർഡ് ആണ് അജാസ് പട്ടേൽ. അടുത്ത് സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാടാണ്. ഇപ്പൊ സായിദ് എന്ന് പറയുമ്പോൾ നമുക്ക് സായി പല്ലവിനെ ആലോചിക്കാം കേട്ടോ. അപ്പൊ നേറ്റീവ് തമിഴ്നാടാണ്. T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ഓസ്ട്രേലിയ ആണ്. ന്യൂസിലാൻഡിനെ തോപ്പിച്ചു. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത പോയിന്റ് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ ടു ബി പണിഷ് ഫോർ ഡോപ്പിംഗ്, അതായത് ഉത്തേജക മരുന്നൊക്കെ യൂസ് ചെയ്തതിന് പണിഷ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അൻഷുല റാവു ആണ്. ആരാണ്? അൻഷുല റാവു. ഓക്കെ, അപ്പം ഈ ഉത്തേജക മരുന്നൊക്കെ ഈ ഷൂവിനകത്തൊക്കെ വെച്ചിട്ടാണ് പോയെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അൻഷുല റാവു മധ്യപ്രദേശുകാരിയാണ്. അടുത്ത് നമുക്ക് നോക്കാം. ICC അവാർഡ്സ് ഓഫ് ദ ഡെക്കേഡ് 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ക്രിക്കറ്റിനകത്തുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ICC അവാർഡ്സ് ഓഫ് ദി ഡെക്കേഡ് 2020 കേട്ടോ. അപ്പൊ അത് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദ ഡെക്കേഡ് MS ധോണിയാണ് കേട്ടോ. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് കിട്ടിയിട്ടുള്ളത് MS ധോണിക്കാണ്. അപ്പൊ നമ്മുടെ ലോകകപ്പ് നമുക്ക് നേടിത്തന്നത് MS ധോണിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നല്ല സ്പിരിറ്റ് വേണമല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് MS ധോണിയാണ് കേട്ടോ. ഇനി സർ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ഫോർ ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്. ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. ആരെയാണ്? വിരാട് കോഹ്ലി. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ MS ധോണിക്ക് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡാണ്. വിരാട് കോഹ്ലി ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് കേട്ടോ. അടുത്ത് നോക്കാം. മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലിയാണ്. മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ചോദിക്കുകയാണെങ്കിൽ റഷീദ് ഖാൻ. മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിൽ സ്റ്റീവ് സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് സ്റ്റീവ് സ്മിത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ സ്റ്റൗ ഒക്കെ വാങ്ങുമ്പോണ്ടല്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും അല്ലെ, ബേണറൊക്കെ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണ് സ്റ്റൗ എന്ന് പറയുമ്പോൾ സ്റ്റീവ് ആലോചിക്കുക കേട്ടോ. സ്റ്റീവ് സ്മിത്ത് കിട്ടിയോ? അപ്പൊ സ്റ്റീവ് സ്മിത്ത് ആണ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്. ഇനി T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ചോദിക്കുകയാണെങ്കിൽ റഷീദ് ഖാൻ ആണ്. ആരാണ്? റഷീദ് ഖാൻ. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് T20 എന്ന് പറയുമ്പോൾ 20. ഓക്കെ, നമ്മൾ 20 മാർക്സ് കൊടുക്കുന്നത്
നമ്മുടെ ഷാറൂഖ് ഖാൻ ആണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 20ൽ 20 മാർക്സ് കൊടുക്കുന്ന ഷാറൂഖ് ഖാൻ. അപ്പം അങ്ങനെ റഷീദ് ഖാൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അടുത്തത് മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്, അത് വിരാട് കോഹ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും വിരാട് കോഹ്ലിയാണ്. അപ്പോൾ അതേപോലെ തന്നെ മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആരാണ്? വിരാട് കോഹ്ലി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് MS ധോണി, സ്പിരിറ്റ് MS ധോണി ആയിട്ട് കണക്ട് ചെയ്യുക അല്ലേ. ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലി, മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് അതായത് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലി, മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് റഷീദ് ഖാൻ, മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് സ്റ്റീവ് സ്മിത്ത്. അടുത്ത വുമൻസ് അവാർഡാണ് ക്രിക്കറ്റിൽ കേട്ടോ. അത് സിമ്പിളാണ്, ഒറ്റ ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എല്ലാതും. നമുക്ക് ആർക്കാണെന്ന് നോക്കാം. റേച്ചൽ ഹേഹോ ഫ്ലിന്റ് അവാർഡ് ഫോർ ICC ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആരാണ്? എലിസ പെറി ആണ് കേട്ടോ, ഓസ്ട്രേലിയ. വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും എലിസ പെറി, വുമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും എലിസ പെറി ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എലിസ പെറി തന്നെ കേട്ടോ. ഓസ്ട്രേലിയ ആണ്, ഓർത്ത് വയ്ക്കണേ, ഓസ്ട്രേലിയ. എലി വന്ന് ഓസിന് കഴിച്ചിട്ട് പോകും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എലിസ പെറി ഓസ്ട്രേലിയ എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ICC ഹോൾ ഓഫ് ഫെയിം ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഒരു പേരാണ് വിനു മങ്കാദ്. ഈ മങ്കാദ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മങ്കാദിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂള് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പോൾ വിനു മങ്കാദിന് ശേഷമാണ് ഈ ഒരു റൂള് ക്രിക്കറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത് നമുക്ക് ഫുട്ബോളിനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫുട്ബോളിനകത്തെ ഡ്യൂറന്റ് കപ്പ് 2022 കിട്ടിയിട്ടുള്ളത് ബംഗളൂരുവിനാണ്. ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് കേട്ടോ ബാംഗ്ലൂരിന്. അതുപോലെ തന്നെ 2021 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഗോവ. 2022 ആണെങ്കിൽ ബംഗളൂരു ആണ്. 2021 വിന്നേഴ്സ് ഗോവ. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണം ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുമ്പോണ്ടല്ലോ, ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക് അല്ലേ, കുറേ ഡ്യൂറേഷൻ, കുറേ നേരം നമ്മളിങ്ങനെ ട്രാഫിക്കിൽ നിൽക്കേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാണ്. 2022 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ് ആരാണ്? ബംഗളൂരു ആണ്. അതേസമയം 2021 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അപ്പോൾ ഗോവയിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറേ ഡ്യൂറേഷൻ, കുറേ നേരം നമുക്ക് ഇങ്ങനെ ഗോവയിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും അല്ലേ. അപ്പം അങ്ങനെ 2021 വിന്നേഴ്സ് ഗോവയും 2022 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ് ബംഗളൂരു കേട്ടോ, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് സാഫ് അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ് ആണ് ഇന്ത്യ കേട്ടോ. എവിടെ നടന്നിട്ടുണ്ടായിരുന്ന വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ്. അപ്പൊ സാഫ് എസ് വെച്ചിട്ട് തന്നെ വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ്. അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. അടുത്ത് ശ്രദ്ധിക്കുക, ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2021 ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ആരാണ്? റോബർട്ട് ലെവൻഡോസ്കി ആണ്. ഓക്കെ, റോബർട്ട് ലെവൻഡോസ്കി. ഫിഫ വുമൻസ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റേലാസ് ആണ്. അലക്സിയ പുറ്റേലാസ്. അപ്പം നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഫിഫ മെൻസ് പ്ലെയർ ആണ് അല്ലേ. അപ്പം റോബർട്ട് ലെവൻഡോസ്കി. അപ്പം ലെവൻഡോസ്കി 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഫിഫ മെൻസ് ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ആയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി. ഇനി ഫിഫ വുമൻസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റേലാസ് ആണ്. അപ്പം നല്ലൊരു ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ ആയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അലക്സിയ ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫിഫ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീമിനാണ്. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ ഫെയർ പ്ലേ എന്ന് പറയുമ്പോണ്ടല്ലോ, ഫെയർ ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഡെൻമാർക്കാണ് കേട്ടോ, ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫുട്ബോൾ ഡ്യൂറന്റ് കപ്പ് 2022 വിന്നേഴ്സ് ബാംഗ്ലൂരു അല്ലെ, ഡ്യൂറേഷനായിട്ട് കണക്ട് ചെയ്യുക ബാംഗ്ലൂരു. 2021 ആണെങ്കിൽ ഗോവ. സാഫ് അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. നടന്നിട്ടുള്ളത് ശ്രീലങ്ക അല്ലെ, എസ് വെച്ചിട്ട് തന്നെ ശ്രീലങ്ക. ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2021 ഫിഫ മെൻസ് പ്ലെയർ, ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കി. 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കുക. ദ ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റലേസ് ആണ്. ഒരു നല്ല ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഫിഫ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ ഫെയർ ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അടുത്ത് നമുക്ക് ബാലൻഡിയർ പുരസ്കാരം നോക്കാം കേട്ടോ. 2021 ബാലൻഡിയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മെന്നിനകത്ത് ലയണൽ മെസ്സിക്കാണ്, അർജന്റീനയാണ്. ക്ലബ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ചെൽസി ആണ് കേട്ടോ. അപ്പോൾ ചെൽസി ഫുട്ബോൾ ടീമാണ്. ക്ലബിന്റെ സി വെച്ചിട്ട് തന്നെ, ചെൽസിയുടെ സി വെച്ചിട്ട് തന്നെ കേട്ടോ, ഓർത്ത് വയ്ക്കുക. ക്ലബ് ഓഫ് ദി ഇയർ ചെൽസി ഫുട്ബോൾ ടീം. അടുത്ത പോയിന്റ്, യഷീൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജിയാൻ ലൂഗി ഡോണറൂമയാണ് കേട്ടോ, ഡോണറൂമയാണ്. അപ്പം നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഈ ഗോൾ കീപ്പർ ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഗോൾ കീപ്പർ ബോളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ആ ഒരു സന്തോഷം കാരണം ബോളിനൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ടൊക്കെ അങ്ങനെ വിടാറില്ലേ. അപ്പം അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഡോണറൂമയാണ് കേട്ടോ. യഷീൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആണ്
ഡോണറുമ്മ. ഇറ്റലിക്കാരനാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ, ഇറ്റലി. ഇനി ബാലൻഡിയോർ വുമൺ ആണ് അലക്സിയ പുറ്റലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നല്ല ലക്ഷ്യത്തോടെയൊക്കെയാണ് കളിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ. അലക്സിയ പുറ്റലാസ് സ്പെയിൻ ആണ് കേട്ടോ, സ്പെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ബാലൻഡിയോർ പുരസ്കാരം കിട്ടിയ ലയണൽ മെസ്സി. ക്ലബ് ഓഫ് ദി ഇയർ സി വെച്ചിട്ട് തന്നെ ചെൽസി. യാഷ്യൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ഡോണറുമയാണ്. ബാലൻഡിയോർ പുരസ്കാരം കിട്ടിയിട്ടുള്ള വുമൺ ആരാണ്? അലക്സിയ പുറ്റലാസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫിഫ അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് 2022. അതിലെ വിന്നർ സ്പെയിൻ ആണ്. ഓക്കെ, സ്പെയിൻ ആണ്. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് കേട്ടോ. എവിടെയൊക്കെയാണ്? ഒഡീഷ, ഗോവ, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ മൈ ഗോഡ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. OMG കേട്ടോ, OMG. ഒഡീഷയുടെ O, M എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, G എന്ന് പറഞ്ഞാൽ ഗോവ. ഓക്കെ, അപ്പോൾ വിന്നർ സ്പെയിൻ ആണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ ആലോചിക്കാമല്ലോ. അപ്പോൾ പെയിൻ ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഒഡീഷ, പിന്നെ മഹാരാഷ്ട്ര, ഗോവ കേട്ടോ. അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് ആണ്. അപ്പോൾ ഈ ഫുട്ബോളൊക്കെ മുഖത്തൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ, പ്രത്യേകിച്ച് വുമന്റെ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഫിഫ അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് 2022 വിന്നേഴ്സ് ആണ് സ്പെയിന്. വെന്യൂ ഇന്ത്യ ആണ് കേട്ടോ. അതിന്റെ മാസ്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇബ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യാറ്റിക് ലയണസ് ആണ് കേട്ടോ. ഇബ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യാറ്റിക് ലയണസ്. അടുത്തത് യൂറോ കപ്പ് 2020 വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. യൂറോ കപ്പ് കേട്ടോ, യൂറോ കപ്പ് 2020 വിന്നർ ഇറ്റലി. ഒന്ന് പഠിച്ചു വയ്ക്കണേ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡോണറുമ്മ അല്ലെ, നമ്മുടെ ഗോൾ കീപ്പർ. അപ്പോൾ ഫസ്റ്റ് ഗോൾ കീപ്പർ ടു വിൻ ദി അവാർഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റലിക്കാരനാണ് ഡോണറുമ്മ. ഓക്കെ, അപ്പോൾ യൂറോ കപ്പ് 2020 വിന്നർ ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഡോണറുമ്മ, ഇറ്റലി. ഫസ്റ്റ് ഗോൾ കീപ്പർ ടു വിൻ ദി അവാർഡാണ് കേട്ടോ. അടുത്തത് കോപ്പ അമേരിക്ക 2021 വിന്നർ അർജന്റീനയാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു കേട്ടോ. കോപ്പ അമേരിക്ക 2021 വിന്നർ. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പ അമേരിക്ക എന്ന് പറയുമ്പോണ്ടല്ലോ, കോപ്പ ആലോചിക്കാം. കോപ്പ് എന്നൊക്കെ പറഞ്ഞ പോലീസ് അല്ലേ. അപ്പോൾ ഈ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുന്ന ആലോചിക്കാമല്ലോ, കോപ്പിനെ വിളിക്കുന്ന ആലോചിക്കാം അല്ലേ. അപ്പോൾ കോപ്പ അമേരിക്ക 2021 വിന്നേഴ്സ് ആണ് അർജന്റീന. ക്യാപ്റ്റൻ ലയണൽ മെസ്സി. അടുത്ത ബാസ്കറ്റ് ബോൾ ആണ്. അവിടെ ജസ്റ്റ് നമുക്ക് ഒരു കുഞ്ഞു പോയിന്റ് ഓർക്കാനുള്ളൂ. 71ാമത്തെ സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് ഫോർ മെൻ ആൻഡ് വുമൺ. അതിലെ മെൻസ് വിന്നർ തമിഴ്നാടു ആണ്. വുമൺസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ് ആണ്. ഓക്കെ, അപ്പോൾ ബാസ്കറ്റ് ബോൾ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോണ സമയത്ത് കണ്ടിട്ടില്ലേ, ഈ ബാസ്കറ്റിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് തമിഴ്നാട്ടിൽ പോണ സമയത്ത് ബാസ്കറ്റിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കും എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ മെൻസ് വിന്നർ ആണ് തമിഴ്നാട്. വുമൺസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ്. നമ്മുടെ ട്രെയിനിൽ പോകുമ്പോഴും ബാസ്കറ്റിലിട്ട് വിൽക്കണമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫുട്ബോളിന്റെ ഡ്യൂറൻ കപ്പ് 2022 വിന്നേഴ്സ് ബാംഗ്ലൂരു ആണ്, അല്ല ഡ്യൂറേഷൻ ബാംഗ്ലൂർ. അതുപോലെ തന്നെ 2021 വിന്നർ ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. പിന്നെ സാഫ് അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്, ഓർത്തു വെച്ചേക്കുക. പിന്നെ ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ റോബർട്ട് ലെവൻഡോസ്കി. 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കാം. ദ ബെസ്റ്റ് ഫിഫ വുമൺസ് പ്ലെയർ അലക്സിയ പുറ്റലാസ്. ഓക്കെ, നല്ല ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്ന് ആലോചിക്കാം. ഫിഫ ഫെയർ പ്ലേ അവാർഡ് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ ഫെയർ പ്ലേ ആണ്, ഫെയർ പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അതുപോലെ തന്നെ ബാലൻഡിയോർ 2021 മെന്ന് ലയണൽ മെസ്സി ആണ്. ക്ലബ് ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ സി വെച്ചിട്ടുണ്ട് ചെൽസി. അതേപോലെ തന്നെ യാഷ്യൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാണ്? ഡോണറുമ്മയാണ്. ബാലൻഡിയോർ വുമൺ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റലസ് ആണ്. ഫിഫ അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് 2022 വിന്നർ സ്പെയിൻ ആണ് അല്ലെ. വുമന്റെ മേത്ത് ബോൾ കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിൻ വരും. അപ്പോൾ എന്ത് പറ്റും? ഓ മൈ ഗോഡ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യനകത്തുള്ള ഓ മൈ ഗോഡ് ആണ് ഒഡീഷ. ഓ വെച്ചിട്ടുള്ള ഒഡീഷ, പിന്നെ എം വെച്ചിട്ടുള്ള മഹാരാഷ്ട്ര, ഗോഡിന്റെ GOA കേട്ടോ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. മാസ്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇബ ആൻഡ് ഏഷ്യാറ്റിക് ലയണസ് ആണ്. പിന്നെ യൂറോ കപ്പ് 2020 വിന്നേഴ്സ് ഇറ്റലിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഡോണറുമ്മയാണ്. അതുപോലെ തന്നെ കോപ്പ അമേരിക്ക 2021 വിന്നേഴ്സ് അർജന്റീനയാണ്. അർജന്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കും, കോപ്സിനെ വിളിക്കും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. ബാസ്കറ്റ് ബോൾ മെൻസ് വിന്നർ തമിഴ്നാടു, വുമൺസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ്. അടുത്ത് നമുക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2021 നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരജ് ചോപ്ര ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അത്ലറ്റിക്സ് ആണ് അല്ലെ, ജാവലിൻ ത്രോ. ഇനി രവികുമാർ ദാഹിയ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റെസ്ലിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്ലിംഗ് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര ദാഹമൊക്കെ ആയിരിക്കും, അങ്ങനെ ദാഹിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. അടുത്ത ലവ്ലീന ബോർഗോഹെൻ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ് കേട്ടോ. ബോക്സിംഗ് ആണ്. ലവ്ലീന ബോർഗോഹെൻ ബോക്സിംഗ്. ബോർഗോഹെൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിംഗ്. പിന്നെ ശ്രീജേഷ് PR ഹോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, ശ്രീജേഷ് ഹോക്കി.
അടുത്തത് ആവ്നി ലഖേരയാണ് കേട്ടോ. ആവ്നി ലഖേര ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ പാരാഷൂട്ടിംഗ് ആണ്. ഏതാണ്? പാരാഷൂട്ടിംഗ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പോയിന്റിൽ ഷൂട്ട് ചെയ്യും അല്ലെ, ലക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ലഖേര ലക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആവ്നി ലഖേര പാരാഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ ലക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമെന്ന് ആലോചിക്കാം. അടുത്തത് സുമിത് ആഞ്ചൽ ആണ്. പാരാ അത്ലറ്റിക്സ് ആണ്, ജാവലിൻ ത്രോ തന്നെയാണ് കേട്ടോ. സുമിത് ആഞ്ചൽ ഏതാണ്? പാരാ അത്ലറ്റിക്സ് ആണ്, ജാവലിൻ ത്രോ. അപ്പം നമ്മുടെ ആന്റിൽ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ആന്റിനെയൊക്കെ ആലോചിക്കാം. ആന്റിനെയൊക്കെ ഈ ജാവലിൻ ത്രോ പോലെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ സുമിത് ആഞ്ചൽ ജാവലിൻ ത്രോ ആണ്. പിന്നെ രണ്ടുപേര്, അതായത് പ്രമോദ് ഭഗതും കൃഷ്ണ നഗറും, രണ്ടുപേരും പാരാ ബാഡ്മിന്റൺ ആണ് കേട്ടോ. പാരാ ബാഡ്മിന്റൺ. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാഡ് ആയിട്ടുള്ള സമയമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴല്ലേ നമ്മൾ ഭഗവാനെയും അതുപോലെ തന്നെ കൃഷ്ണനെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ബാഡ്മിന്റൺ, പാരാ ബാഡ്മിന്റൺ, ഭഗവാന്റെ ഭഗതും പ്രമോദ് ഭഗതും കൃഷ്ണ നഗറുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് മനീഷ് നർവാൽ ആണ്. മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ മനുഷ്യൻ ഒക്കെ അല്ലേ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ, മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അടുത്തത് മിതാലി രാജ്, നിങ്ങൾക്ക് അറിയാം ക്രിക്കറ്റ് ആണ്. മിതാലി രാജ് ക്രിക്കറ്റ്, സുനിൽ ഛേത്രി ഫുട്ബോള്, മൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. നീരജ് ചോപ്ര നമ്മുടെ ജാവലിൻ ത്രോ ആണ്, അത്ലറ്റിക്സ് ആണ്. രവികുമാർ ദാഹിയ റെസ്ലിംഗ് കഴിയുമ്പോൾ ദാഹിക്കും. ലവ്ലീന ബോർഗോഹെൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിങ്. ശ്രീജേഷ് ഹോക്കിയാണ്. അവ്നി ലഖേര ലക്ക് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും, പാരാഷൂട്ടിംഗ്. സുമിത് ആന്റിൽ, അപ്പൊ ആന്റിനെ പോലെ ഇരിക്കും നമ്മുടെ ജാവലിൻ ത്രോ അല്ലെ. പ്രമോദ് ഭഗതും കൃഷ്ണ നഗറും, ഭഗവാനും കൃഷ്ണനെയൊക്കെ നമ്മൾ ബാഡ് ടൈംസിലാണ് വിളിക്കുക. അപ്പൊ പാരാ ബാഡ്മിന്റൺ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. മനീഷ് നർവാൽ എന്ന് പറയുമ്പോൾ പാരാഷൂട്ടിംഗ് ആണ്. അപ്പൊ മനുഷ്യനാണ് ഷൂട്ട് ചെയ്യാൻ ആലോചിക്കുക കേട്ടോ. മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ്, മിതാലി രാജ് ക്രിക്കറ്റ്, സുനിൽ ഛേത്രി ഫുട്ബോൾ, മൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം, 2021 വിജയ് ഹസാരെ വിന്നേഴ്സ് ആരാണ് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കല്ലേ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.